ഹലോ, അസ്സാം വലൈക്കും. സിദ്ദീഖാണ്. പിന്നെ ഞാനേ ഇപ്രാവശ്യം നാട്ടിലൊന്ന് പോയെന്നിനി ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് പോയെന്ന്. അപ്പം നാട്ടിൽ പോയപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ അഭിപ്രായം ചോദിച്ചു, എന്താ പാട് അവിടെ വന്നാൽ ബാംഗ്ലൂരിൽ ഊബർ ഓടാൻ വന്നാൽ ഇങ്ങനെ നടക്കുമോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം നടക്കായൊന്നുമില്ല, സംഭവമൊക്കെ സെറ്റാണ്. പക്ഷേ എന്താ പറയുക, കുറച്ച് അതിനനുസരിച്ചുള്ള ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നല്ലോണം ക്ഷമ വേണ്ടി വരും. ക്ഷമ എന്ന് പറഞ്ഞ സംഗതി മസ്റ്റാണ്. കാരണം ഒന്ന് ട്രാഫിക് ഭയങ്കര ഇഷ്യൂ ആണ് ഇവിടെ. നല്ല ട്രാഫിക് ഉണ്ടാവും. അപ്പം അത് ഒക്കെ ക്ഷമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സംഗതി ഓക്കെയാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, മെയിൻ ഈ കാര്യം തന്നെ ഉള്ളൂ. അതായത് ട്രാഫിക് മെയിൻ വിഷയമാണ്. അത് കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സെറ്റാക്കാം. ഇന്നിപ്പോൾ ഞാൻ ഏകദേശം രാവിലെ 8 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി, 8 മണി 8:30 ആയപ്പോൾ ഓൺലൈനിലിട്ടു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു ട്രിപ്പ് അടിച്ചു. ഓൺലൈനിലാക്കി സ്പോട്ടിൽ തന്നെ ഒരു ട്രിപ്പ് അടിച്ചു. അപ്പം ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട്, 1.5 മണിക്കൂർ ഓട്ടം, 500 റുപ്യ. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് അടിച്ച ട്രിപ്പ് അതെടുത്തു. പക്ഷെ ആ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യാൻ 2 മണിക്കൂറായി. 2 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തത് ശരിക്കും നഷ്ടമാണ്. ഞാൻ പിന്നെ ഫസ്റ്റ് ട്രിപ്പല്ലേ എടുത്തതാണ്. നല്ല ട്രാഫിക്കിന് 1/2 മണിക്കൂർ ടൈം നമ്മൾ വെറുതെ പോയി. 500 രൂപ ആണ് ആ ഒരു ട്രിപ്പിന് കിട്ടിയത്. അപ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് ശരിക്കും നമുക്ക് അരമണിക്കൂറിൽ 200 രൂപ വെച്ചിട്ടുള്ള ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം 800 റുപ്യ കിട്ടേണ്ട ടൈമാണത്. അതേപോലെ തന്നെ 4 ട്രിപ്പ് പഠിക്കാം. നമുക്കിവിടെ എന്താ വെച്ചാൽ ട്രിപ്പ് കൂടുന്നതിന് കാര്യമുണ്ട്. ആഴ്ചയിൽ ഇത്ര ട്രിപ്പ് എന്നുള്ള കണക്കുണ്ട്. അപ്പോൾ ആ ട്രിപ്പ് മാക്സിമം കൂടിയാൽ അതിനനുസരിച്ച് നമുക്ക്